ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വീണ്ടും വിളിക്കുന്നുണ്ടല്ലോ. ഇതൊന്നുമില്ല, വെറുതെ ചുമ്മാ മൂടളാനായിട്ട്. ബെല്ലടിക്കുന്നുണ്ട്, എടുക്കുന്നില്ല. സ്വിച്ച് ഓഫ് ചെയ്യാം. എടുക്കുന്നേ, അത്യാവശ്യക്കാരെങ്കിലും ആയിരിക്കും. ഇത് ചുമ്മാ പലിശയ്ക്ക് ആവശ്യമായിട്ട് വിളിക്കുക. കട്ടാക്കി. എടാ, ഞങ്ങളുടെ വിലയേറിയ നിമിഷങ്ങളാ നീ ഇങ്ങനെ കത്തി വെച്ച് കളയണേ. അയ്യോ ആശനെ, എങ്കിൽ പിന്നെ അത് നടക്കട്ടെ. എന്ത്? അല്ല, എന്താണെങ്കിലും അത് നടക്കട്ടെ എന്നാ പറഞ്ഞേ. ആ, ഞാൻ പിന്നെ വിളിക്കാം. പോടാ പോടാ പോടാ, വെച്ചിട്ട് പോടാ. ഹലോ, കട്ട് ചെയ്താ? വെറുതെ വിളിച്ച് സ്വർഗത്തിലെ കട്ടുറുമ്പായി. ആശൻ ഇപ്പൊ എന്ത് വിചാരിക്കും? വേണ്ടായിരുന്നു. കമലിനാ ചില സമയത്ത് അവൻ എന്നോട് ഭയങ്കര ഇഷ്ടം തോന്നും. അപ്പൊ വിളിക്കുന്നതാ. ഇവനൊക്കെ ഇനി എനിക്ക് എന്തിനു പറ്റിക്കഴിഞ്ഞാൽ എങ്ങനെയാവോ? വിഷ്ണു ഏട്ടാ, എന്തൊക്കെയാ പറയുന്നത്? ഞാനൊന്നും പറഞ്ഞില്ലേ. ഞാൻ അതിന്റെ പേരിൽ സങ്കടപ്പെടണ്ട. സങ്കടപ്പെടണ്ടെന്ന് പറഞ്ഞ ആള് എന്നിട്ട് പൊട്ടിച്ചിരിക്കണ. ഇത് എന്ത് പറ്റി? ഒരു ഫോട്ടോ ഫോട്ടോ എടുക്കണാടാ. ഫോട്ടോ എടുത്തോ. നീ എന്തിനാ കിണിക്കുന്നേ? എന്തത്ര ചിരിക്കാൻ? ഇവിടെ എന്താ പേക്കോലം കിട്ടിയിട്ടില്ല. അതെ, പിന്നെ ഇത് എന്തായി കെട്ടി നിക്കുന്നേ? എന്ത് ഷോ, എഴുന്നേക്ക്. എന്താ? എഴുന്നേറ്റ് വാ. എന്ത് കോലാണിത്? അതെ, ഇനി പറ, ഇത് എന്ത് കോല? ഇത് പണി ഒപ്പിച്ചേ. ദേ, ഒരു സംശയവും വേണ്ട. മഹാന്റെ 2 മക്കളും കൂടി ചേർന്ന് ഒപ്പിച്ച പണി തന്നെ ആയിരിക്കും. ആ, 10 ഗുണം 10 ഗുണമെന്നല്ലേ? ഈ അച്ഛന്റെ മക്കള് തന്നെ. അയ്യടാ, കുരുത്തക്കേട് കാണിക്കുമ്പോ മാത്രം അച്ഛന്റെ മക്കള്, നല്ല കാര്യങ്ങൾ കാണിക്കുമ്പോ അമ്മയുടെ മക്കള് അല്ലേ? പിന്നല്ലാതെ. അങ്ങനെ നീ നല്ല കാര്യത്തിന്റെ കഴുത്തെടുക്കണ്ടീ. ഇതിന്റെ ഉത്തരവാദിത്തെ 2 പേർക്കുണ്ട് കേട്ടോ. അതുകൊണ്ട് ഈ ചായ മൊത്തം നിന്റെ മുഖത്തിരിക്കട്ടെ. ഇപ്പൊ കൊള്ളാം. ഇനി ഇപ്പൊ കുറഞ്ഞ് നോക്കട്ടെ. വിഷ്ണുട്ടാ, ഇത് കൂടിപ്പോയി കേട്ടോ. എന്ത് ഇങ്ങനെ നോക്കുന്നു? ഞാനേ ഈ ലോകത്തിന്റെ സകല സൗന്ദര്യവും ഈ മുഖത്തിപ്പോ ഞാൻ കാണുന്നുണ്ട്. ഇപ്പൊ ഇല്ലേ, ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല സുന്ദരി എന്റെ ഭാര്യയായ താൻ തന്നെയാ. ഒരു സത്യം പറയട്ടെ, തന്റെ ഈ കണ്ണുകളിൽ നിന്ന് എനിക്ക് എന്റെ കണ്ണുകൾ തിരിച്ചെടുക്കാനേ പറ്റുന്നില്ല. ശരിക്കും? വിഷ്ണു, നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നില്ലേ? എവിടെ? സ്വർഗത്തിലെ കട്ടുറുമ്പ് വിളിച്ചു കേട്ടില്ലേ? ഇത് നിങ്ങൾ ഇത് എവിടെ പോയി കിടക്കുക? വിളിച്ചാലും വരില്ല. ഒരു ജോലി ഇല്ലാതിരിക്കേ. വാ വാ, അല്ലെങ്കിൽ ഇനി വിളിച്ചു വിളിച്ച് മോളിക്ക് കയറി വരും. വിഷ്ണുട്ടൻ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. വിഷ്ണുട്ടൻ പഴയ ആളേ അല്ല. അതെന്താ, ഞാൻ വല്ല സ്നേഹക്കുറവും കാണിക്കണ്ടോ? വിഷ്ണുട്ടനെ സ്നേഹം കൂടുതൽ കാണിക്കുന്നുണ്ട്. അതാ എനിക്ക് പേടി. ഈടോ താങ്ങരുന്ന പോലെ എനിക്ക് അത്ര കുഴപ്പങ്ങളൊന്നും ഇല്ല. പിന്നെ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, അതില്ലെന്ന് ഞാൻ പറയുന്നില്ല. വിഷ്ണുട്ടാ, എങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. നമുക്ക് നല്ലൊരു ഡോക്ടറെ കണ്ട് കാര്യങ്ങളൊക്കെ പറയാം. മരുന്ന് കഴിച്ച് മാറ്റാവുന്നതാണെങ്കിൽ നമുക്കത് മാറ്റാലോ. താൻ വെറുതെ ചുമ്മാ എന്നെ രോഗിയാക്കല്ലേ.
ഇത് പറഞ്ഞു പറഞ്ഞ എന്നെ രോഗി വെക്കൂ. എനിക്കെന്ത് കുഴപ്പം? ഞാൻ നടക്കുന്നില്ലേ, ഓടുന്നില്ലേ? ഇനിയിപ്പോ ഞാൻ ചാടണ? അതോ ഞാൻ ഇനിയിപ്പോ ഇവിടെ തലകുത്തി പറയണ? അല്ല ഞാൻ ഇപ്പൊ എന്ത് വേണമെന്നാ താൻ പറയണേ? അല്ല പിന്നെ ഡോക്ടറെ കാണാൻ പോണം പോലും വെറുതെ ഒരു കാര്യമില്ല. അത് ശരി, ഞാനൊന്നും പറയുന്നില്ല. ഞാൻ പറഞ്ഞതൊക്കെ ഇങ്ങോട്ടെടുത്തു. ഞാൻ എന്റെ സങ്കടം കൊണ്ട് പറഞ്ഞതാ. നിക്ക്, നീ പെണങ്ങല്ലേ? ഇപ്പൊ എന്താ വേണ്ടേ? ഡോക്ടറെ കാണണം, അത്രയല്ലേ ഉള്ളൂ. ആണോ? ആ ആ, എന്നാ നാളെ തന്നെ കണ്ടു കളയും. ഇനി അതിന് വേണം കണ്ട കഴിക്കാം. അയ്യയ്യേ, ശ്ശേ. ഹലോ, അതെ, ഞാൻ വേലായുധന്റെ മകള് റാണിയാ. ആ, എന്താ കാര്യം? ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് ആ ബാലേട്ടന്റെ കട വരെ അച്ഛൻ എന്റെ കൂടെ ഉണ്ടായിരുന്നു. ആ, ഞാൻ ആ കടയിൽ കയറി വേണ്ട സാധനങ്ങൾ പറഞ്ഞു നോക്കുമ്പോ നിന്ന സ്ഥലത്ത് നിന്ന് അച്ഛനെ കാണാതായി. ഹലോ ഹലോ, ആരാ വിളിച്ചേ? അതാരോ. എന്നിട്ടാണോ ഇത്ര നേരം സംസാരിച്ചേ? കട്ടാക്കിയല്ലോ. അതോ കട്ടായതാണോ? ഒന്നുകൂടൊന്ന് വിളിച്ചു നോക്ക്. ആ, വീണ്ടും വിളിക്കുന്നുണ്ടല്ലോ. ഇതൊന്നുമില്ല, വെറുതെ ചുമ്മാ മൂടുകളാനായിട്ട്. മെല്ലടിക്കുന്നുണ്ട്, എടുക്കുന്നില്ല. സ്വിച്ച് ഓഫ് ചെയ്യാം. എടുക്കുന്നേ, അത്യാവശ്യക്കാരെങ്കിലും ആയിരിക്കും. ഇത് ചുമ്മാ പലിശയ്ക്ക് ആവശ്യമായിട്ട് വിളിക്കുക. കട്ടാക്കി. നീ ഒന്നുകൂടൊന്ന് വിളിച്ചു നോക്കിയേ. നമ്മൾ തുടങ്ങിയതറിഞ്ഞില്ലേ? ഇനിയിപ്പോ വിളിയോട് വിളിയായിരിക്കും. എടുക്കാന്ന പിന്നെ അതിനെ നേരം കാണുള്ളൂ. എന്നവാ കഴിക്കാൻ പോ. ഫോൺ ഓഫ് ആക്കിയമ്മേ, സ്വിച്ച് ഓഫാ. ആ, ഞാനേ ഒന്ന് മോങ്ങയിട്ട് വരാം, അല്ലെങ്കിൽ കാണുന്നൊരു തെറ്റിയിരിക്കും. ശരി. എന്തിനാ വിഷ്ണുട്ടൻ ഫോണും കൊണ്ട് ബാത്റൂമിൽ പോയത്? വിഷ്ണുട്ടൻ വീണ്ടും എന്തൊക്കെയോ മറക്കുന്നുണ്ടല്ലോ. എങ്ങനെയൊന്ന് കണ്ടുപിടിക്കാം. ആ വേലായുധൻ എങ്ങോട്ടാ പോയിരിക്കുക? അതോ ഇനി ആരെങ്കിലും പൊക്കിയതായിരിക്കോ? അങ്ങനെയാണെങ്കിൽ അതാരായിരിക്കും?